ഓക്കെ, സോ നമുക്ക് അടുത്ത ഒരാളുടെ വിഷ്വൽ കാണാം. ഷാൽ വി? ഒരു മകൻ്റെ സ്ഥാനത്തോ മരുമകൻ്റെ സ്ഥാനത്തോ ഞാൻ നോക്കിക്കാണണം എന്ന് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിലെ വിഗ്രഹഭഞ്ജകനായ PN മേനോൻ എൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ച യുവാവാണ് കമൽ. അതിനു മുമ്പേ കമലിനെ എനിക്കറിയാമായിരുന്നു. പക്ഷേ ആ കമലും ഇതും ഒരാളാണെന്ന് ഞാൻ അറിയുന്നത് പിന്നീട് മാത്രമാണ്. എൻ്റെ സഹപാഠിയായിരുന്നു അഷ്റഫ് പടിയത്ത് എന്ന് പറയുന്ന, പടിയൻ എന്ന പേരിൽ ത്രാസം എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്ത ചെറുപ്പക്കാരൻ. പടിയൻ്റെ സഹോദരി പുത്രനാണ് കമൽ, മൊയ്തു പടിയത്തിൻ്റെ മരുമകൻ. ത്രാസം ഷൂട്ട് ചെയ്തത് എൻ്റെ വീടിനോടടുത്തുള്ള ഒരു സ്ഥലത്താണ്. ബാലങ്കി നായരാണ് അതിലെ മുഖ്യ വേഷം അഭിനയിച്ചത്. കമൽ ആദ്യമായി ഒരു സിനിമയുടെ തട്ടകത്തിൽ പങ്കാളിയാകുന്നത് ത്രാസം എന്ന ചിത്രത്തിലാണ്. അതിൻ്റെ രചന കമലിൻ്റേതായിരുന്നു, സഹസംവിധാനം കമലിൻ്റേതായിരുന്നു. അങ്ങനെ ആരംഭിച്ച ഒരു സൗഹൃദം ഇടയ്ക്ക് മുറിഞ്ഞു പോവുകയും എൻ്റെ വഴി വേറെയും കമലിൻ്റെ വഴി സിനിമയുടെ മാത്രം പുറകെയുള്ള വഴിയായി തിരിയുകയും ചെയ്തു. ഒരുപാട് സിനിമയുടെ പുറകെ ദാഹവും മോഹവുമായി നടന്ന ശേഷമാണ് PN മേനോൻ്റെ തട്ടകത്തിൽ കമൽ എത്തിപ്പെടുന്നത്. മേനോൻ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുന്ന ഒരു മകനെ പോലെ സ്നേഹിക്കുന്ന ശിഷ്യനായിരുന്നു കമൽ. മേനോൻ സാറ് അവസാന ഘട്ടത്തിൽ സംവിധാനം ചെയ്ത അസ്ത്രം എന്ന പേരിലുള്ള സിനിമ അദ്ദേഹവും കമലും കൂടെ ചേർന്ന് തയ്യാറാക്കിയ തിരക്കഥയായിരുന്നു. അതിന് സംഭാഷണം എഴുതിയത് ഞാനാണ്. ആ കാലം തൊട്ടേ കമൽ എൻ്റെ ജീവിതത്തിൻ്റെ കൂടുതൽ അടുത്ത ഭാഗങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ തുടങ്ങി. PN മേനോന് തുടർച്ചയായ ചിത്രങ്ങളില്ലാതെ വന്നപ്പോൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ PN മേനോൻ്റെ താല്പര്യപ്രകാരമാണ് കമലിനെ ഞാൻ സേതുമാധവൻ്റെ സംവിധാന സഹായിയായി കൂടെ ചേർക്കുന്നത്. പിന്നീട് കമൽ ഭരതൻ്റെയും മറ്റും ചിത്രങ്ങളിൽ കൂടി സംവിധാന കല കൂടുതൽ തേച്ചു മിനുക്കി സ്വന്തം സങ്കല്പത്തോട് ചേർത്തെടുത്തു. ഇതിനിടയിൽ കമൽ ഒരു സ്വതന്ത്ര സംവിധായകനാകുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അതിന് കമൽ ഒരു കഥ കണ്ടെത്തിയിരുന്നു. ആ കഥ ആദ്യമായി എന്നോടാണ് പറയുന്നത്. അതിലൊരു സിനിമയുടെ ഒരു ജനപ്രീതികരമായ ചേരുവകളുടെ ഏറ്റവും ആരോഗ്യകരമായ മിശ്രണം അനുഭവബോധ്യമായതിനെ തുടർന്ന് ഞങ്ങളതൊരുമിച്ച് വർക്ക് ചെയ്യാൻ തീരുമാനിക്കുകയും അതിൻ്റെ നിർമ്മാതാവ് PS ഹനീഫ് എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അഭിവന്ദനായ പിതാവിൻ്റെ കൈകൊണ്ട് എനിക്ക് അഡ്വാൻസ് തരികയും എല്ലാം ചെയ്തു. പക്ഷെ നിർഭാഗ്യവശാൽ എവിടെയോ ഉണ്ടായ ചെറിയ ഇടർച്ചകളുടെ പേരിൽ ആ പ്രൊജക്റ്റ് ഒന്നും നടക്കാതെ പോയി. പിന്നീട് കമലിൻ്റെ അനുവാദത്തോടു കൂടിയാണ് അതേ കഥ ഞാൻ തിരക്കഥ എഴുതി സേതുമാധവൻ സിനിമയാക്കുന്നത്. ആരോരും അറിയാതെ സേതുമാധവൻ്റെ കൂടെ മുഖ്യ സംവിധാന സഹായിയായി കമൽ പ്രവർത്തിക്കുന്നതും ആ ചിത്രത്തിലാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ശ്രീസായി പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന മലയാളത്തിലെ മുഖ്യധാരാ സിനിമയിലെ ഏറ്റവും പ്രബലമായ ഒരു നിർമ്മാണ കമ്പനി ഒരു പുതുമുഖ സംവിധായകനെ പരീക്ഷിക്കുവാൻ ഒരു തീരുമാനമെടുത്തപ്പോൾ അവർ ഞാനുമായി ബന്ധപ്പെട്ടിരുന്നു. ഞാൻ നിർദ്ദേശിച്ച 2 പുതുമുഖ സംവിധായകരിൽ ഒരാൾ കമലായിരുന്നു. അവർക്ക് കൂടുതൽ സ്വീകാര്യനായി അനുഭവപ്പെട്ടത് കമലിനെയാണ്. അങ്ങനെയാണ് കമലിൻ്റെ ആദ്യ ചിത്രം മിഴുനീർ പൂവുകൾ എന്ന പേരിൽ പുറത്തിറങ്ങുന്നതിനുള്ള പശ്ചാത്തലമുണ്ടായത്. ആ ചിത്രത്തിൽ കമലിനോടൊപ്പം സഹകരിച്ച ആ ചിത്രത്തിൻ്റെ നായക നടനായ മോഹൻലാലിന് കമലിൻ്റെ സംവിധാന പ്രതിഭയിൽ തോന്നിയ വിശ്വാസബോധ്യമാണ് തൻ്റെ നിലയിൽ താൻ നിർമ്മിക്കുന്ന ആദ്യ ചിത്രത്തിൻ്റെ സംവിധാന ചുമതല കമലിനെ ഏൽപ്പിക്കുവാൻ മോഹൻലാലിന് ആത്മവിശ്വാസം നൽകിയത്. മോഹൻലാൽ നിർമ്മിച്ച ഉണ്ണികളെ കഥ പറയൂ എന്ന ചിത്രമാണ് കമലിൻ്റെ ചലച്ചിത്രയാനത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവിന് തിരികൊളുത്തിയത്. തുടർന്ന് അങ്ങോട്ട് വിജയങ്ങളുടെയും അംഗീകാരങ്ങളുടെയും ബഹുമതികളുടെയും എല്ലാം ഒരു ഘോഷയാത്ര തന്നെയാണ് ചലച്ചിത്രയാനത്തിൽ കമലിന് വേണ്ടി കാലം ഒരുക്കി വെച്ചിരുന്നത്. അല്ല, ശരിക്കും ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് പേര് ഈ കാലഘട്ടത്ത് എല്ലാം എത്രയും പെട്ടെന്ന് എങ്ങനെ വശത്താക്കാം എന്നാലോചിക്കുന്നവരാണ്. ഇപ്പോൾ സ്കൂൾ യുവജനോത്സവങ്ങൾക്ക് ഭരതനാട്യം 2 ദിവസം മാസ്റ്റർ എടുത്തു. മാസ്റ്റർ എങ്ങനെ 2 ദിവസം കൊണ്ട് തന്നെ ഭരതനാട്യം പഠിപ്പിക്കണം, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് മോഹിനിയാട്ടം പഠിപ്പിക്കണം. ഇപ്പം നിറയെ പേര് ഇപ്പം മട്ടന്നൂർ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഒരുപാട് പേര് വരാറുണ്ട്. ആ ജയറാം ചെണ്ട കൊട്ടുന്ന പോലെ ഒന്നാക്കി തന്നെ 2 ദിവസം സമയമുണ്ട്, എത്രയും പെട്ടെന്ന്. പഞ്ചാരിമേളം പഠിക്കണമെങ്കിൽ 7 വർഷമാണ് അതിൻ്റെ ഒരു കണക്ക്. അത് കഴിഞ്ഞ് കൊട്ടി എത്രത്തോളം നമുക്കതിനകത്ത് ഇതാക്കാമോ ഏറ്റവും ചുരുങ്ങിയത് 10 വർഷം കൊണ്ട് പഠിക്കേണ്ട ഒരു ഇതാണ്. ഇപ്പം ഞാൻ ഇത്രയും നേരം കമലിനെ പറ്റി ശ്രീ ജോൺ പോൾ പറഞ്ഞത്, എത്രയോ വർഷം
എത്രയോ സംവിധായകരുടെ കൂടെ അതിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ആവാൻ വേണ്ടി തന്നെ എത്ര വർഷങ്ങളെടുത്തു അദ്ദേഹത്തിൻ്റെ തിരക്കഥയായി വരാൻ. അപ്പോൾ സംവിധായകനാകാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒരു പാഠമായിട്ട് ഇന്ന് എല്ലാവർക്കും ഫസ്റ്റ് വന്നൊരു സിനിമ വർക്ക് ചെയ്യുന്നതിന് മുമ്പേ സംവിധായകനാണ്. അസിസ്റ്റന്റ് അസോസിയേറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അപ്പുറത്തെ സൈഡിൽ അവര് പ്രൊഡ്യൂസറിനെ തപ്പാണ്. അതെ അതാണ് ഇങ്ങനെ ഇപ്പൊ കുറെ ബിലോ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഫിലിംസ് അല്ലാത്തതൊക്കെ വരുന്നത്. സിനിമ കഴിഞ്ഞാൽ പിന്നെ അവരെ കാണുന്നില്ല. പ്രൊഡ്യൂസർ പോയി, പാവം സിനിമ ആ വഴിക്ക് പോയി. ഈ ലൊക്കേഷനിൽ അതൊരു നല്ലൊരു രസമുള്ള കാഴ്ചയാണ്. അതായത് പുതിയ പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ ഈ ഡയറക്ടർ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഈ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നവർ ഈ പ്രൊഡ്യൂസർ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ കട്ടൊക്കെ അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പുറകിൽ നിന്നിട്ട് അങ്ങനത്തെ ഒരുപാട് റിയാക്ഷൻ കൊടുക്കുമ്പോൾ പ്രൊഡ്യൂസർ നോക്കി നിൽക്കും. അവൻ എന്തോ പണി അറിയാമല്ലോ. എന്നിട്ട് പതുക്കെ എന്ന് പറഞ്ഞത് ഇത് ഇങ്ങനെയല്ല, എടുക്കട്ടെ അങ്ങനെ അങ്ങനെ ഒന്ന് റിയാക്ഷൻ കൊടുത്ത് എങ്ങനെയല്ല അടുത്ത പടം പിടിക്കും. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ അതാണ് നടക്കുന്നത്, വിച്ച് ഇസ് ദ സാഡ് സ്റ്റേറ്റ് ഓഫ് ഫിലിംസ്. പക്ഷെ അതിലും ഐ തിങ്ക് ഇപ്പോഴും നമ്മളുടെ കുറേ വർഷക്കാല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ലൈക്ക് കമൽ സർ ആൻഡ് ഓൾ ദീസ് പീപ്പിൾ ആർ സ്റ്റിൽ ദെയർ. സോ വി ആർ ഹോപ്പിംഗ് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. എൻ്റെ മോനോട് ഞാൻ പറഞ്ഞത് അല്ല, എൻ്റെ മോൻ അവന് അഭിനയിക്കണം എന്നാണ് താല്പര്യം. അപ്പോൾ അവൻ ഡിഗ്രി ഫൈനൽ ഇയർ ഇപ്പോൾ പഠിക്കുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞതാണ്, കുറേ നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ കുറേ പടങ്ങൾ അസിസ്റ്റൻ്റായിട്ട് പോയി കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മലയാളം വർക്ക് ചെയ്യണമെങ്കിൽ പറയാം, ഞാൻ കമൽ സാറിൻ്റെ അടുത്ത് പറയാം, ഒരു പടം ചുമ്മാ പോയിട്ട് കുറേ പറഞ്ഞു. സർ ഈവൻ ഈ ഹിന്ദിയിലും ഇപ്പൊ ഭയങ്കര സ്റ്റാർസ് ആയിട്ട് നമ്മൾ കാണുന്ന രൺബീർ കപൂർ ആണെങ്കിലും സോനം കപൂർ ഒക്കെ ആണെങ്കിലും സീനിയർ ഡയറക്ടേഴ്സിന്റെ കൂടെ എത്ര സിനിമകളിലെ അസിസ്റ്റൻസ് ആയിട്ട് കരൺ ജോഹർ, ഋതിക് റോഷൻ ഒക്കെ അസിസ്റ്റന്റ്. പക്ഷെ അത് ഒരു മാസ് ആയിട്ട് അത് ഇറങ്ങി ചെന്നിട്ടില്ല. നമ്മുടെ ഇൻഡസ്ട്രി ഒക്കെ ഇസ് നോട്ട് വെരി ഓപ്പൺ ടു ഇറ്റ്. ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ അഭിനയിക്കാൻ വന്നിട്ട് കാര്യമില്ല, സിനിമയുടെ എല്ലാ വശങ്ങളും പഠിക്കണ്ടേ. അതൊക്കെയാണ് കമൽ സർ, ജോൺ പോൾ സർ, കമൽ സാറിന്റെ ബിഗിനിങ് ഫേസ് അല്ലേ, അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പറഞ്ഞു തന്നിട്ടുണ്ട്. വിച്ച് ഇസ് വാട്ട് ജയറാമേട്ടൻ സ്പോക്ക് അബൌട്ട്. കമൽ സർ എന്ന ഫേമസ് ഡയറക്ടറിനെ മാത്രമേ ആൾക്കാർക്ക് അറിയൂ, പക്ഷെ അതിന് പുറകിൽ നടന്ന ആ മെനി ഇയേഴ്സ് ഓഫ് സ്ട്രഗിൾ, ചില സംഭവം ഓൾമോസ്റ്റ് വന്നു. എത്ര വർഷം ആയിരിക്കും? 79 അത് കഴിഞ്ഞിട്ട് 35 വർഷമായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എനിക്ക് ജോൺ പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞെങ്കിൽ ഞാൻ സിനിമയിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എനിക്ക് ഏറ്റവും എന്നെ സഹായിക്കുകയും എൻ്റെ ഒരു മെൻറ്റർ എന്ന് പറയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ജോൺ പോൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. അത് ത്രാസം ആ കാലം മുതലുള്ളൊരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ഇപ്പോൾ പറഞ്ഞ മാതിരി ഇത്രയും മാസ്റ്റേഴ്സായിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയതിന് കാരണം ജോൺ പോൾ തന്നെയാണ്. അപ്പോൾ ജോൺ പോളിൽ എന്നിലുള്ളൊരു വിശ്വാസമാണ് എന്നെ ഇവരിലേക്ക് എത്തിച്ചത്. അതുപോലെ ആദ്യത്തെ പ്രൊഡ്യൂസർ ഉണ്ടാക്കി തരുന്നത്. അതൊക്കെ എനിക്ക് തോന്നുന്നു അദ്ദേഹം നല്ല വാക്കുകൾ പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഇതുപോലുള്ള വലിയ മനുഷ്യരുടെ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് നമ്മളെക്കുറിച്ച് കിട്ടുന്ന നല്ല വാക്കുകളാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. തീർച്ചയായിട്ടും. ഓക്കെ, സോ ഇനിയും നിരവധി ആൾക്കാർ നിങ്ങളുടെ ഒരു ആയതുകൊണ്ട് കുറെ പേർക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. വെൽ, ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കാൻ ഇനി അധികം സമയം ബാക്കിയില്ല. ദിസ് ഇസ് ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് സിനിമ കമ്പനി. സിനിമയിലുള്ള സൗഹൃദങ്ങളാണ് നമ്മൾ ആഘോഷിക്കുന്നത്, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. കമൽ സാറും ജയറാമേട്ടനും നമ്മളുടെ കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവരുടെ കൂടെ ഇനിയും കുറെ കാര്യങ്ങൾ സംസാരിച്ചറിയാനുണ്ട്, കുറെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. സോ ഇന്ന് we can't fit it all, so don't worry. നാളെ രാത്രി ഇതേ സമയം at 8:30 PM കമൽ സാറും ജയറാമേട്ടനും ഞാനും വീണ്ടും തിരിച്ചു വരും with this fantastic new format. You're watching Bobby and Maradona Golden Diamond Jewelry Cinema Company only on Comedy TV. Good night for now. See you again tomorrow. Bye. അവരോടൊപ്പം കാറിൽ ഒരുമിച്ച് പോവുക, ഒരു മരത്തിന്റെ ചോട്ടിൽ നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. ഇന്നത്തെ പോലെ കാരവനിലേക്ക് മാറി ഇരുന്നുള്ള സൗഹൃദങ്ങൾ പോകുന്നില്ല. ആദ്യമായിട്ട് കണ്ട നടൻ ജയറാമാണ്, ആദ്യമായിട്ട് കണ്ട സിനിമ ഷൂട്ടിംഗ് പ്രാദേശിക വാർത്തകളാണ്. ആദ്യമായിട്ട് ജയറാമിനെ കണ്ടപ്പോൾ വായു പൊളിച്ചിരുന്നു. അതിനുശേഷം പല സെറ്റുകളിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് ജയറാമിൻ്റെ കൂടെയാണ്. ജയറാമിൻ്റെ കമൽ സാറിൻ്റെ ഒരുപാട് ജീവിതത്തിൽ എല്ലാ സംഗതി അത് ഇത്. എന്നിട്ട് ഇവൻ എന്നെ ഇതുവരെ പടത്തിൽ വിളിക്കാത്തെന്നുള്ളതെന്ന് അറിയണത്. എൻ്റെയും ജയറാമിൻ്റെ ഒരു അഫെയർ നടക്കുന്ന അതിൻ്റെ ടോപ്പിൽ എത്തി നിൽക്കുന്ന ഒരു ടൈമായിരുന്നു.